ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നെബുലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് നെബുലൈസർ? നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലേ. നെബുലൈസർ എന്ന് പറയുന്നത് നമുക്കൊരു ബ്രീത്തിങ് ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പല ഇഷ്യൂസ് വരാം. ചില കുട്ടികളിലൊക്കെ ചുമയും ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്കൊരു ബ്രീത്തിങ് പ്രോബ്ലംസ് വരാറുണ്ട് അല്ലെ. അപ്പൊ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു നെബുലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിലായിട്ടും അല്ലെങ്കിൽ വീടുകളിൽ തന്നെ നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നെബുലൈസേഴ്സും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കും അങ്ങനെ പലവർക്കും ഈ ഒരു ബ്രീത്തിങ്, ചിലപ്പോൾ ആസ്മയുള്ളവർക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും പൾമണറി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതർക്ക്, അതല്ലെങ്കിൽ വേറെ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പ്രോബ്ലങ്ങൾക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു നെബുലൈസർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ആ ഒരു പാത്ത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെബുലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ബ്രീത്തിങ് പാത്ത് ഒന്ന് ക്ലിയർ ആക്കുകയാണ് നമുക്ക് ഈ ഒരു ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു മെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ശിശുക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ പലവർക്കും പല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യുന്നത് വഴി ആ കുട്ടികൾക്ക് ബ്രീത്തിങ് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു നെബുലൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്? മെഡിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. ഒരു മെഡിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോൾ യൂഷ്വൽ ആയിട്ട് നമുക്കൊരു ലിക്വിഡ് പോലത്തെ ഒരു ഇതായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു നെബുലൈസറിന്റെ റിസർവോയറിൽ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് അതിനെ ബ്രീത്ത് ചെയ്തെടുക്കാം. നമ്മൾ അതിനെ നല്ല രീതിയിൽ നെബുലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു എയർ കംപ്രസർ വരുന്നുണ്ട്. അതായത് ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു എയർ കംപ്രസർ ഉണ്ടാകും. അത് ഒരു ഫ്ലോ ഓഫ് എയറിനെ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു നെബുലൈസർ കപ്പ് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ലിക്വിഡ് മെഡിക്കേഷൻ നമ്മൾ ആ ഒരു നെബുലൈസർ കപ്പിൽ വെച്ചിട്ട് അതൊരു മിസ്റ്റ്, അതൊരു ഒരു ഒരു പുക പോലെ കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ മൂക്കിൽ വെച്ച് നമുക്ക് നല്ല രീതിയിൽ നെബുലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു മൗത്ത് പീസ് അല്ലെങ്കിൽ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ഇൻഹെയിൽ മിസ്റ്റ് ആ ഒരു മൗത്ത് പീസ് അല്ലെങ്കിൽ ആ ഒരു മാസ്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഹെയിൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. നെബുലൈസർ കപ്പിൽ നമ്മൾ മെഡിസിൻ ഒഴിക്കും, എന്നിട്ട് അത് ഈ ഒരു നെബുലൈസർ മാസ്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ ഒരു പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ അത് മൂക്കിലേക്ക് വെച്ച് നമ്മൾ അത് നല്ല രീതിയിൽ ഇൻഹെയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് പാർട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ഷൻസ് ഇൻ ദി നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെബുലൈസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജെറ്റ് നെബുലൈസർ ആണ്. ഇതൊരു കംപ്രസ്ഡ് ഗ്യാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മെഡിക്കേറ്റഡ് മിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ പറഞ്ഞ ഒരു മെഡിക്കേറ്റഡ് മിസ്റ്റ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു നെബുലൈസർ ഒരു ഗ്യാസ് നമുക്ക് ആ ഒരു പ്രഷറൈസ്ഡ് സ്ട്രീം ഓഫ് എയറിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു നാരോ ട്യൂബ് അല്ലെങ്കിൽ ഒരു ചാനൽ ഉണ്ടാകും. അതൊരു ജെറ്റ് ആയിട്ട് ഒരു ജെറ്റ് ആയിട്ട് നമുക്ക് എടുത്തു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇയറിന്റെ മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാക്വം, അതിനെ ആ ഒരു ലിക്വിഡ് മെഡിക്കേഷൻസിനെ പുറത്തേക്ക്, നെബുലൈസറിന്റെ പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ ഒരു പ്രഷറൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കംപ്രസ്ഡ് ഗ്യാസ് നമ്മൾ ആ ഒരു ജെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് വഴിയായിട്ട് ആ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാവില്ല, അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലിക്വിഡ് മെഡിസിൻസിനെ ആ ഒരു ട്യൂബ് ചാനലിലേക്ക് അപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ഇതിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ആ ഒരു ബെർണോളിക് എഫക്ട് വഴിയായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. അപ്പൊ ആ ഒരു എയർ ഫ്ലോയിങ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സൊല്യൂഷനെ മുകളിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ഡ്രോപ്ലെറ്റുകളായിട്ട് നമുക്ക് ആ ഒരു എടുത്തിട്ട് ആ പേഷ്യൻസിനെ ഈസി ആയിട്ട് നമുക്ക് ഇൻഹെയിൽ ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളതിനെ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഒരു ജെറ്റ് നെബുലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, വെർസറ്റൈൽ ആണ്, ഈസ് ഓഫ് യൂസ് ആണ്, മെഡിക്കേഷൻ കോമ്പാക്ടിബിലിറ്റി ഉണ്ട്. ഇത് പക്ഷേ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആണ്. ഡിസഡ്വാൻറ്റേജ് അല്ല, അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത് ഈസി ടു യൂസ് ആണ്. നമുക്ക് പല മെഡിക്കേഷൻസ് നമുക്ക്, അതായത് ഹാൻഡ് ഹെൽഡ് ഇൻഹേലേഴ്സിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് നെബുലൈസർ എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ഇതിലാണ് നമുക്ക് ആ ഒരു നെബുലൈസറിന്റെ മെഡിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു പ്രഷറൈസ്ഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റിനെ നമ്മൾ ഈ ഒരു നോസ്ട്രിലേക്ക് വരും. ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ഇൻഹെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് അൾട്രാസോണിക് നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു എയർ ഫ്ലോ അല്ല, ഫ്രം എയറോസോളിൽ നിന്ന് ഒരു എയർ ഫ്ലോ അല്ല യൂസ് ചെയ്യുന്നത്. ഈ നെബുലൈസർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അൾട്രാസൗണ്ട് വേവ്സിനെ എടുത്തിരിക്കുകയാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ആ ഒരു ലിക്വിഡിനെ പല ടൈനി പാർട്ടിക്കിളുകളായിട്ട് ബ്രേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു നെബുലൈസർ കൂടുതലായിട്ട് ഒരു വൈബ്രേറ്റിംഗ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ അൾട്രാസൗണ്ട് വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചില ക്രിസ്റ്റൽസ് ആണ് എന്താണ്, പീസോ ഇലക്ട്രിക്കലായിരിക്കും. അതെങ്ങനെയാണ്, ഒരു ഇലക്ട്രിക് ചാർജ്, അതായത് കംപ്രസോ സ്ട്രക്ക് ആകുക ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ചാർജ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്.
ഈ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലൈറ്റ്സ് ഓസിലേറ്റ് അല്ലെങ്കിൽ വൈബ്രേറ്റ് ആവുകയാണ്. അതിന്റെ ആ ഒരു സൈസിനോ അതിന്റെ റേറ്റിനും അനുസരിച്ച് അത് വൈബ്രേറ്റ് ആവുകയാണ്. ഇത് വൈബ്രേറ്റും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വൈബ്രേറ്റ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ചാർജ് അവിടെ ജനറേറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വൈബ്രേറ്റിംഗ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിന് ഒരു കാവിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വേപ്പർ ഓഫ് ബബിൾസ് ഫോം ആവുകയും ആ ഒരു സർഫേസ് ഓഫ് ദി ലിക്വിഡിൽ നമുക്കൊരു എന്താ പറയുക ബബിൾസ് ഫോം ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാവിറ്റേഷൻ എന്താ അൾട്രാസോണിക് വേവ്സിന് കാരണമാവുകയും ഏകദേശം ഒരു 1.63 മെഗാഹെർട്സിലുള്ള അൾട്രാസോണിക് അവിടെ ഫോം ആവുകയും അത് എയറോസോൾസ് ജനറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു പേഷ്യൻസിന്റെ ഒരു ഇൻഹലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആ ഒരു ലങ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു അൾട്രാസോണിക് നെബുലൈസറിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് വൈബ്രേറ്റിംഗ് മെഷ് അതല്ലെങ്കിൽ മെംബ്രെയിൻ നെബുലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വൈബ്രേറ്റിംഗ് മെഷ് നെബുലൈസർ എന്ന് പറയുന്നത് ഒരു പീസോ എലമെന്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു എനർജി ഓഫ് അൾട്രാസോണിക് ഫ്രീക്വൻസി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ലിക്വിഡ് ഇതിലൂടെ ആ ഒരു മൈക്രോസ്കോപ്പിക് ഹോളിലൂടെ നമ്മൾ മെമ്പറിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേറ്റിംഗ് ആക്ഷൻ ജനറേറ്റ് ചെയ്യുകയും ആ ഒരു മെഡിക്കേറ്റഡ് എയറോസോൾസ് ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൾട്രാസോണിക് നെബുലൈസർ ഒരു അൾട്രാസോണിക് വേവിനെ ഡയറക്റ്റ് ആയിട്ട് സൊല്യൂഷനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സർഫേസ് ഓഫ് ദി ലിക്വിഡിൽ ഒരു എയറോസോൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെഷ് നെബുലൈസർ നമ്മുടെ ഒരു നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജുകൾ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എയറോസോൾ പാർട്ടിക്കിൾസിനെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഡീപ്പ് ലങ്സിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ചില നെബുലൈസേഴ്സ് എന്ന് പറയുന്നത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്. ഈ ഡിവൈസ് എന്ന് പറയുന്നത് കസ്റ്റം അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ ചില മെഡിസിൻസ് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലുള്ള നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ആ ഒരു സൈസ് ഓഫ് ദ മെഷ് പോർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എയറോസോൾ ചാമ്പർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിലുണ്ടാകുന്ന റിസർവോയർ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് വൈബ്രേറ്റിംഗ് മെഷ് അല്ലെങ്കിൽ മെംബ്രെയിൻ നെബുലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പേഷ്യൻ നമുക്ക് പ്രിഫർ ചെയ്യാം, എങ്ങനെയാണ് മെഷ് നെബുലൈസർ വേണമെന്നുള്ളത് നമുക്ക് പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വളരെ ഫാസ്റ്റ് ആണ്, പിന്നെ ഒരു പോർട്ടബിൾ ആണ്, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ തന്നെ ഒരു സെൽഫ് കണ്ടെയ്ൻഡ് പവർ സോഴ്സും ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കതിനെ കൂടുതലായിട്ട് ഈസി ടു യൂസ് ആണ് നമുക്ക് വരുന്നത്. പക്ഷെ ഇതിന് കുറച്ച് ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ഒരു ക്ലോഗ് വരികയാണ്. അതായത് എന്തെങ്കിലും ഒരു നെബുലൈസിങ് വിസ്കസ് സൊല്യൂഷൻ എടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവിടെ ചില ക്ലോഗ്സ് അല്ലെങ്കിൽ ഒരു കണ്ടമിനേഷൻ വരുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു മെഷ് നെബുലൈസർ ആണ് നമ്മൾ ചൂസ് ചെയ്തതെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണോ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ലോഗിങ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ആ പറയുന്ന ഒരു മെഷ് അല്ലെങ്കിൽ നെബുലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നെബുലൈസർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.